ആർക്കും വരുത്തരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത് തന്നെ കേട്ടോ. ഒരുപാട് സങ്കടത്തോട് കൂടി എടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടത്. കാരണം ഇത് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചില്ല, പക്ഷെ കുറെ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ക്യാമറ ഓൺ. കാരണം ഇത് കുറച്ച് പേരും കൂടെ കാണട്ടെ. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്താലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലേഡീസിനൊക്കെ അത്ര സേഫ്റ്റി പോകാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഇരുന്നിട്ട് നമുക്ക് പോകാൻ പറ്റിയത്. ഞാൻ ഇതേ തൃശ്ശൂരിൽ നിന്ന് വർക്ക് കഴിഞ്ഞിട്ട് അടുത്ത ലൊക്കേഷനായി കൊച്ചിയിലേക്ക് പോകുന്ന ഒരു ടൈമിൽ, അതായത് നമുക്ക് പലപ്പോഴും നമുക്ക് ബുക്ക് ചെയ്ത് പോകാൻ പറ്റുന്നത് പോസിബിൾ അല്ല. കാരണം നമുക്ക് സീറ്റ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ ഇത് എങ്ങനെ പോകുമ്പോൾ നമ്മൾ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഇവരിങ്ങനെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ നിൽക്കുക? ഞാനും കുറച്ച് സ്റ്റുഡൻസും ആയിരുന്നു ആ ഒരു ബോഗിയിലുണ്ടായിരുന്ന. വേറെ ഞങ്ങളെല്ലാവരും കുറെ ഒതുങ്ങി നിൽക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ഡോറിന്റെ അടുത്ത ഒരു ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചുകൂടെ സ്റ്റുഡൻസ് കയറി. എല്ലാവരും ഈ ഒരു ഡോറിന്റെ അറ്റത്ത് ചെന്ന് നിൽക്കുക. അപ്പോഴും ഈ ചേച്ചിമാരൊന്നും അവിടെ നിന്ന് എണീക്കുന്നില്ല. ഇതും മനുഷ്യത്തല്ല. ഇങ്ങനെയാണെങ്കിൽ ഇവർക്ക് സ്ലീപ്പർ ബുക്ക് ചെയ്തൂടെ, എന്നിട്ട് ഇവർക്ക് കിടന്നോ എങ്ങനെ വേണമെങ്കിലും വരാലോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ളവർ പെട്ടെന്നൊക്കെ ചാടി കയറുമ്പോൾ കുറച്ചെങ്കിലൊക്കെ മനുഷ്യത്തുള്ളവർ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ കണ്ണിൽ പെടുകയാണെങ്കിൽ ഒന്ന് ദയവിട്ട് ഇടയ്ക്കുന്ന ആ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ പോയിട്ട് എത്രയോ സ്റ്റുഡൻസ് അവിടെ ബുദ്ധിമുട്ടിട്ടാണ് നിൽക്കുന്നത്.